ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിയോ ഗെയിമിംഗ്. ഇപ്പോൾ ഇത് മൈൻക്രാഫ്റ്റ് സീരീസിൻ്റെ 3ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിർത്തിയിരുന്നത് ഇതുവരെയാണ്. അപ്പോഴത്തേക്ക് രാത്രി ആയപ്പോൾ നമ്മൾ കിടന്നുറങ്ങി. ഇപ്പോൾ നമുക്ക് പുറത്തിറങ്ങി നോക്കാം. നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ ഫുള്ള് ക്ലിയർ ആക്കുന്നതിനെ പറ്റിയാണ് ചെയ്തിരുന്നത്. ഇവിടെ ഒരേ ലെവലല്ലേ, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് ഗൈസ്. ഇവിടെ ഇപ്പോൾ ഒരേ ലെവലായി. നമുക്ക് പിന്നെ ആവശ്യം ഇവിടെ ഫുൾ ഒരേ ലെവലാക്കിയാൽ ഇവിടെ ഫുള്ള് ഇതൊന്ന് മാറ്റാം. ഇവിടെ ഫുൾ ഇങ്ങനെ ആക്കാം. ഇത് ഇവിടെ ഭംഗിയാണ്. ഷവല് പൊട്ടിപ്പോയി ഗൈസ്. നമുക്ക് സ്റ്റോൺ ഷവൽ എടുക്കാം. ഇവിടെ ഫുള്ള് അതേപോലെ ചെയ്യാം. നമുക്ക് ഈ കൈവരിയും ഫുള്ള് അതേപോലെ ചെയ്യാം. അപ്പോൾ കുറച്ച് വൃത്തിയും ഭംഗിയും എല്ലാം കാണും. നമുക്ക് വഴി മാത്രം ചെയ്യണോ അതോ ഫുള്ള് ചെയ്യണോ? അല്ല, ഫുള്ള് ചെയ്യാം. അപ്പം നല്ല ഭംഗിക്ക് കിടക്കും. നമുക്ക് ഈ ആമേനെ കൊന്നാവില്ല, അതും കിട്ടുമോ? ആമേനെ കൊന്നു നോക്കാം. നമുക്ക് വല്ലതും കിട്ടുമോ നോക്കാം. ആമേനെ കൊന്നപ്പം പ്രത്യേകിച്ച് നമുക്കൊന്നും കിട്ടിയില്ല. സീഗ്രാസ് മാത്രം കിട്ടി ആമേനെ കൊന്നപ്പോൾ. നമുക്ക് ഈ പശുവിനെ കൊന്നു നോക്കാം. അയ്യോ, പോലെ കൊന്നു വയസ്സ്. പശുവിനെ കൊന്നപ്പോൾ നമുക്ക് കിട്ടിയത് ലെതർ കിട്ടി. ലെതറും റോ ബീഫും. നമ്മൾ ചെയ്യാനുള്ള കാര്യം നോക്കാം. നമുക്കിത് ഫുള്ളങ്ങ് വൃത്തിയാക്കാം. ഇവിടെ ഇങ്ങനെ പറ ചെയ്യാം. അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മളെ പണി തീരും. നമുക്ക് വീട്ടിൻ്റെ അകം നമ്മൾ ഇനിയും കുറേ നല്ല വൃത്തിക്കാക്കും. ഫുള്ള് സെറ്റാവും. അപ്പോൾ നമുക്ക് ഫുള്ള് ഇതേപോലെ അങ്ങ് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. നിങ്ങളെ സപ്പോർട്ടാണ് എനിക്കൊരു മോട്ടിവേഷൻ പോലെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളത് ചെയ്താൽ എനിക്ക് കുറച്ച് ഹാപ്പി ആവും. ഞാൻ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മളെ ഈ വില്ലേജാണ് കാണാൻ പറ്റണം. നല്ല ഭംഗിയുണ്ട്. നമ്മൾ ബെഡ് ഉണ്ടാക്കി. ഇനി നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. ഇത് ഫുള്ള് ശരിയാക്കിയിട്ട് അയ്യോ, നമ്മൾ ഡയറക്റ്റ് അങ്ങ് പൊളിച്ച് കളഞ്ഞു. ഇതിലേ കൂടെ അങ്ങ് കയറാം. നമ്മൾ ഇവിടെ മാത്രം ചെയ്യണോ അതോ അങ്ങോട്ടും കൂടെ ചെയ്യണോ? അത് നിങ്ങൾ കമൻറ്റ് ഇടണേ ഗൈസ്. എന്നാൽ അതനുസരിച്ച് ഞാൻ ശരിയാക്കാം. നമ്മളെ സ്റ്റോണിൻ്റെ ഷവലിപ്പം പൊട്ടും. നമുക്കൊരു ബൗണ്ടറി പോലെ ഇത് കൊടുക്കാം. അതാ ഫുള്ള് ക്ലിയർ ചെയ്യണോ? നിങ്ങളത് പറ. അല്ലേ, നമുക്ക് ഫുള്ള് ക്ലിയർ ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടെ ഭംഗി. നമ്മളിതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഷവല് പൊട്ടിപ്പോയി. ഈ ഷവൽ ഒരെണ്ണമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിട്ട് ചെയ്യുന്ന തകത്തേറി വേറെ ഷവലെടുക്കാം. ഇതങ്ങ് മാറ്റാം ഒരുമാതിരി. എന്നിട്ട് നമുക്ക് ഇതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സൈഡ് ഫുള്ള് ക്ലിയർ ആവും. ഈ ഒരു സൈഡ് ഫുള്ള് ക്ലിയറായി. ഇനി ആ സൈഡും കൂടെ ക്ലിയർ ചെയ്യണം. നമുക്കൊരു ഫാം ഉണ്ടാക്കണം. ഇത് ഷവല് പൊട്ടിപ്പോയി ഗൈസ്. ഭാഗത്തേറെ ഒരു ഷവലെടുക്കാം. നമുക്ക് വേറെ ഷവലില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കാം. ഒരു ഷവലുണ്ടാക്കാം. ഷവൽ ഒരെണ്ണം ഉണ്ടാക്കാനുള്ളത് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അത്ര സ്ഥലം ചെയ്യാനുള്ളൂ. അപ്പം നമുക്ക് അതും കൂടെ അത് വെച്ച് അതങ്ങ് ക്ലിയർ ചെയ്യാം. നമുക്ക് താഴോട്ട് ക്ലിയർ ചെയ്യണോ വേണ്ടേ നിങ്ങളൊന്ന് പറയണം. അതിനനുസരിച്ച് ഞാൻ ചെയ്യാം. അത് നിങ്ങൾ കമൻറ്റ് ഇടണം. എല്ലാവരും ലൈക്കും ഷെയറും എല്ലാം ചെയ്യണം. നിങ്ങൾ മിക്ക ആൾക്കാരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. നിങ്ങൾ പറ്റണത്രയും ചെയ്തെല്ലാം സഹായിക്കണം. തീരാറായിട്ടുണ്ട്. ഒരു 4 ബ്ലോക്കും കൂടി ഇനി കാണും. 4 ബ്ലോക്കും കഴിഞ്ഞു. ഇവിടെ ഇതും കൂടെ അങ്ങ് മാറ്റാം. നമുക്കൊരു ബ്രെഡ് തിന്നാം.
എന്നിട്ട് നമുക്ക് ഇവിടുത്തെ പുല്ലങ്ങ് പറിച്ച് കളയാം. ബ്രെഡ് വെച്ച് പറിക്കണ്ട, ഇത് വെച്ച് അങ്ങ് പറിച്ച് കളയാം. ഇവിടെ കൊള്ളാം, ഇത്ര മതിയായിരിക്കും. അല്ലാതെ നമുക്ക് ഇവിടെയും കൂടെ കളയാം. നമുക്ക് ഈ വഴി മാത്രം ഇങ്ങനെ ഇവിടെ കളയാം. വഴിയുടെ പുല്ല് മാത്രം ഇങ്ങനെ കളയാം. നമുക്ക് ഇവിടെ ഒന്ന് ക്ലിയർ ആക്കാം. താഴെ വേറെ അല്ല, നമുക്ക് ഈ പാത്തുമായിട്ട് അങ്ങ് ജോയിൻ ചെയ്യിപ്പിക്കാം. ചേർത്ത് വെച്ച് ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കാം ഈ പാത്തുമായിട്ട് അങ്ങ്. ഈ പാത്തുമായിട്ട് നമുക്കങ്ങ് ജോയിൻ ചെയ്യിപ്പിക്കാം. നല്ല ഭംഗി ചെയ്യിക്കും. അപ്പം വഴി നമ്മൾ നടക്കുമ്പോൾ പുല്ലൊന്നും കാണുകയും കൃത്യം ഒരേ ലെവലിന് ചെയ്യണം, അല്ലെങ്കിൽ ഫുൾ കുളമായി പോകും ഗൈസ്. ഈ സൈഡിൽ ഇങ്ങനെ പുല്ലൊക്കെ വെട്ടിക്കളയിലൊക്കെ ഇരിക്കുന്നത്. നമ്മളെ ശവലങ്ങനെ പൊട്ടിയിരിക്കുന്നു. നമുക്കൊന്ന് മൈനിങ്ങിന് പോവാം. മൈനിങ്ങിനല്ല, അവിടെ നിന്ന് കുറച്ച് ഇതെടുക്കാം. അവിടെ നിന്ന് കുറച്ച് സ്റ്റോൺ എടുത്ത് ഒരു 4 സ്റ്റോൺ എടുക്കാം. 2 ശവലുണ്ടാക്കാം. ഇവിടെ സ്റ്റോണില്ല. ഒരു കോൾ എങ്ങനെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് ടോർച്ച് ഉണ്ടാക്കായിരുന്നു. ഇത്ര മതി. ഒരു 4 കൂടുതലുണ്ട്. 8 എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഗോട്ടൊക്കെ ഉണ്ട്. നമുക്ക് കോളുണ്ടെങ്കിലേ ഫുഡ് ഉണ്ടാക്കാൻ പറ്റൂ. ഷവലുണ്ടാക്കാൻ സ്റ്റിക്കില്ല. വുഡുണ്ട്. നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാം. നമ്മൾ സ്റ്റിക്ക് കുറവാണ്. സ്റ്റിക്ക് ഇവിടെ ഉണ്ടായിരുന്നു. സ്റ്റിക്ക് ഉണ്ട്. 4 എണ്ണം ഉണ്ടാക്കാനുള്ള സ്റ്റിക്ക് ഉണ്ടായിരുന്നുള്ളൂ നമ്മളിത്. നമുക്കപ്പോൾ 2 ശവലുണ്ടാക്കാം. 2 ശവലുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാം. നമുക്ക് ശവലെന്നിട്ടെടുക്കാം. ഈ സ്റ്റിക്ക് മാറ്റിയിട്ട് 2 ശവൽ നമ്മളെ കയ്യിൽ പിടിച്ചേക്കാം. ആവശ്യം വരും. കയ്യിലൊരു ശവലെ പിടിക്കാൻ പറ്റും. സോറി ഗൈസ്. ഇത് ഫുള്ളങ്ങ് വൃത്തിയാക്കാം. നമ്മൾ ഈ വില്ലേജസ് ഉണ്ടാക്കി വെച്ചേക്കണം. പാത്തിൻ്റെ അതിലേക്കൂടെ നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും. ഇപ്പം നമ്മളെ വീടും ഇങ്ങനെ കറക്റ്റായിട്ടുണ്ട്. ഓക്കെ. അയ്യോ, അകത്ത് നമ്മൾ കുഴിച്ച്. അകത്ത് നമുക്ക് മാർബിൾ ഇട്ടാലോ? നമ്മളിവിടെ കുഴിച്ച് എന്തെന്ന് ചെയ്യും? തൽക്കാലം അങ്ങനെ ഇരിക്കരുത്. നമുക്ക് കയ്യബദ്ധം പറ്റിപ്പോയതാണ്. നമുക്കൊരു സീക്രട്ട് ബേസ് ഉണ്ടാക്കിയാലോ ഗൈസ്? സീക്രട്ട് ബേസ് ഉണ്ടാക്കാം നമ്മളെ വീടിൻ്റെ അടിയിൽ. അയ്യോ ഗൈസ്, നമുക്കൊരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്. അതിന് മുമ്പ് കുറച്ച് മരം വെട്ടണം. കയറാനും പറ്റണല്ലോ ഗൈസ്. കയറി നമുക്ക് കുറച്ച് മരം വെട്ടിയിട്ട് വരാം. പുറത്തുനിന്ന് കുറച്ച് മരം വെട്ടി സ്റ്റിക്ക് ഉണ്ടാക്കണം. നമ്മൾ സ്റ്റിക്ക് ഉണ്ടാക്കിയാലേ ബാക്കി കാര്യം നടക്കൂ. സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് ലാഡർ ഉണ്ടാക്കിയിട്ട് ഒരു താഴോട്ടൊരു കുഴി പിടിച്ച് നമുക്ക് നേരെ ലാഡർ വെച്ച് ഇറങ്ങാം. സ്റ്റിക്ക് വെച്ച് വേണം ലാഡർ ഉണ്ടാക്കാനുള്ളത്. അവിടെ നമുക്ക് എത്തണില്ല. ഇവിടെ മരം കുറവായതുകൊണ്ട് തന്നെ നമുക്കെല്ലാം നോക്കി ചെയ്യണം. മരം ഇനി എവിടെ നിന്ന് എടുക്കുമെന്ന് അറിഞ്ഞുകൂടാ. നമുക്കിനി വേറെ എവിടെയെങ്കിലും പോയി എടുക്കേണ്ടി വരുമെന്തോ ഒരു പ്രതീക്ഷയൊന്നും അറിഞ്ഞുകൂടാ. നമുക്ക് രാത്രി ആവാറായി. നമുക്ക് വീട്ടിൻ്റെ അകത്ത് കയറാം. അപ്പം നമുക്കിനി പണി തുടങ്ങല്ലയോ? ഇപ്പം ഇറങ്ങി. അപ്പോൾ നമുക്കിത് വെച്ച് ഓക്ക് പ്ലാന്റ് അങ്ങനെ എന്തോ പറയണ നമുക്കൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാം. ഓക്ക്
പ്ലാങ്ക്സ് അങ്ങനെ എന്തോണ് ഗൈസ് അതിൻ്റെ പേര്. 64 ഉണ്ട്. ഇപ്പോൾ സ്റ്റിക്ക് നമുക്ക് വളരെ കുറവായിരിക്കും എന്ന് തോന്നണം കിട്ടണം. 64 ഉണ്ടെങ്കിൽ 100 അടുപ്പിച്ച് കിട്ടും ഗൈസ്, പേടിക്കണ്ട. ഓ ഭാഗ്യം. നമുക്കപ്പോൾ അത് ഫുള്ള് ഇങ്ങനെ ഇരുന്ന് എടുക്കണം. നമുക്ക് റാഫ്റ്റ് ഉണ്ടാക്കാനുള്ള ഒന്നുണ്ട്. നമുക്കൊരു റാഫ്റ്റ് ഉണ്ടാക്കിയാലോ ഗൈസ്. 60 റാഫ്റ്റ് പിന്നെ ഉണ്ടാക്കാം. നമുക്ക് ലാഡർ 57 എന്തോ കിട്ടും ഗൈസ്. ലാഡർ തീർന്നു ഗൈസ് നമ്മളെ. ഇപ്പം നമുക്ക് ലാഡർ വെച്ച് ഇറങ്ങാം. രാത്രി ഫുള്ള് നമുക്ക് ഈ മൈനിങ് നമുക്ക് ഇവിടെ ആയിട്ട് കുഴിക്കണ്ടായി. ഏതെങ്കിലും കോർണറിൽ കുഴിക്കുക. ഇവിടെ അല്ല, ഇവിടെ തന്നെ കുഴിക്കുക. ഇവിടെ ഇനി വൃത്തിയാടായി. എനിക്ക് ഇറങ്ങാൻ പറ്റണില്ല ഗൈസ്. ഇറങ്ങി. നമുക്ക് എങ്ങനെയെങ്കിലും കോൾ കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടാൽ. അയ്യോ ഗൈസ്, ലാഡർ നമുക്ക് ടോർച്ച് ഇല്ലാത്തതാണ് പ്രശ്നം. നമുക്ക് ഈ ലാഡർ വെച്ച് പയ്യെ എങ്ങനെ കുഴിച്ച് ഇറങ്ങി പോവാം. അധികം ഇരുട്ടത്ത് പോകണ്ട. നമ്മളെ ടോർച്ച് ഇല്ല ഗൈസ്. ഇപ്പോഴേ നല്ല ഇരുട്ടായി. നമുക്ക് എവിടെന്നെങ്കിലും ടോർച്ച് എടുക്കണം. നമുക്ക് കയറി കിടന്നുറങ്ങിയിട്ട് നമുക്ക് എങ്ങനെയും ടോർച്ച് കണ്ടുപിടിക്കാനുള്ള വഴി നോക്കാം. നമുക്ക് ഈ ലാഡർ ഇവിടെ വെച്ചിട്ടാവാം, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇട്ടാണെങ്കിൽ എവിടെയെങ്കിലും പോയി മരിക്കും ഗൈസ്. കുറച്ച് ഈ ബീഫൊക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ടോവാം. ഇത് മാർബിള് എല്ലാം ഇവിടെ വെച്ചിട്ടോവാം. നമുക്കിനി പുറത്തിറങ്ങാം. പുറത്ത് വല്ല സോംബി ഉണ്ടാകുമ്പോൾ ഇല്ല, സോംബി ഇല്ല. ഈ കുതിരയൊക്കെ ഉണ്ട്. നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. മൗണ്ട് ഇല്ല, മൗണ്ട് പോട്ടെ. സ്പീഡില്ല. കുതിര ടൈമായില്ല. ടൈമായി. നമ്മളങ്ങനെ കുതിരയുടെ പുറത്ത് കയറിയിരിക്കുന്നു. മൈൻക്രാഫ്റ്റിൽ ആദ്യത്തെ പെറ്റാണ് ഗൈസ്. നമ്മൾ പറയാൻ അടുത്തോട്ടൊന്നും പോണില്ല. ഈ സാഡൽ വേണോ? ഓ ഗൈസ്, സാഡൽ വേണം ഈ കുതിരേൻ്റെ പുറത്ത് ട്രാവൽ ചെയ്യണമെങ്കിൽ. അപ്പോൾ സാഡൽ, ഒരു റോ മീറ്റ് കിട്ടി സോംബിയുടെ. കുറച്ച് കോൾ എവിടെ നിന്നെങ്കിലും കിട്ടാൻ നോക്കണം. കോൾ വില്ലേജസിൻ്റെ അവിടെ നിന്ന് കുറച്ച് ടോർച്ച് എടുക്കാം. കോൾ ഇങ്ങനെ എടുക്കും നമ്മൾ. ഒരു പശു അല്ല, ആടിനെ കൊല്ല. വയസ്സ് കൊച്ചാട് ജീവിച്ച് പോട്ട് പാവം. കോള് നമ്മൾ ഇനി എവിടെ നിന്ന് എടുക്കും? കോളിനി എവിടെ നിന്ന് എടുക്കും ഗൈസ്? നമ്മളെ കോള് ഒട്ടുമില്ല. കോള് വേണം നമുക്ക് ഇതുണ്ടാക്കണമെങ്കിൽ. ഇവിടെയൊന്നും കോള് കാണാനുമില്ല. നമുക്കെന്നാൽ ഈ വില്ലേജ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. എക്സ്പ്ലോറാണ് ഗൈസ്, വില്ലേജ് എക്സ്പ്ലോറിങ്. ട്രേഡർ ഉണ്ട്. നമുക്ക് ഇവരെ കൊടുത്ത് ട്രേഡ് ചെയ്യിപ്പിക്കാം. എമറാൾഡൊക്കെ കിട്ടും അവർ. എമറാൾഡ് നമുക്ക് തരും. ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഇത് ഞാൻ തുറന്നായിരുന്നു. നമുക്ക് ഇതിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത ലെതർ ഇരിക്കട്ട്. ലെതർ വെച്ച് ആർമർ ഉണ്ടാക്കാം. ലെതർ വെച്ചല്ലേ ആർമർ ഉണ്ടാക്കാൻ പറ്റണ തോന്നുന്നു ഗൈസ്. എനിക്ക് അറിഞ്ഞുകൂടാ. ലെതർ വെച്ചായിരിക്കും. ഇവിടെ ഒരു ചെസ്റ്റേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇവിടെ ചെസ്റ്റ് കുറവ്. ബ്ലാക്ക് ഷീപ്പ്. ഇവിടെ ചെസ്റ്റ് ഇല്ല. നമുക്ക് ഒരെണ്ണേ ഉള്ളൂ. താഴോട്ടൊക്കെ ഉണ്ട്. ബ്ലാക്ക് വൂള് കിട്ടി. നമുക്ക് 2. അപ്പോൾ നമുക്ക് ഒരു ബെഡും കൂടെ ഉണ്ടാക്കാം. ചുമ്മാ ഇരിക്കട്ടെ. സാൽമണ്ട്. നമുക്ക് പൂച്ചേനെ ഫ്രണ്ടാക്കാൻ പറ്റും. പൂച്ചേനെ പെറ്റാക്കാൻ പറ്റും ഗൈസ് ഇത് വെച്ച്. ഗൈസ് നമുക്ക് പൂച്ചേനെ കണ്ടുള്ള ഒരു പൂച്ച അടുത്ത് വരൂല, ഓടിക്കളയും. വാ പൂച്ച വാ. ടൈം ചെയ്തിട്ടും വരണില്ല, ഓടിപ്പോണം. ടൈം ചെയ്യാൻ പറ്റണില്ല, ഓടിപ്പോണം. നമുക്കൊരു പൂച്ചനെ കുഴി തള്ളിയിട്ടിട്ട് അങ്ങനെ പിടിക്കാൻ തോന്നണം.
ഇല്ല ഫോൺ ഓടണം. കള്ളപ്പട്ടി പൂച്ച. നില്ല് പൂച്ച, പൂച്ച നില്ല്, പൂച്ച നില്ല്. പൂച്ച ഓടിപ്പോണ് ഗൈസ്. നമ്മൾ അടുത്ത് വരണില്ല. പൂച്ച അടുത്തുണ്ടാക്കി ക്രീപ്പർ അടുത്ത് വരില്ലെന്നാണ് തോന്നണത്. അങ്ങനെ എന്തോ ഇല്ലേ ഗൈസ്? അറിയെങ്കിൽ കമൻറ്റ് ഇടണേ. വാ വാ ടൈം വരണില്ല. നമുക്ക് പയ്യെ പോവാം. അതവിടെ നിൽക്കട്ടെ. നമുക്ക് പയ്യെ അടുത്ത് ഇങ്ങനെ പോവാം. അവ കാണാതെ പോകണം. കാണാതെ ഇല്ല. നമുക്ക് ഇവിടെ ചെന്നാൽ നമ്മളെ ഫ്രണ്ടിൽ വന്ന് പെടുമെന്തോ. വാ 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 ബാ ബാ ബാ. നില്ല് പൂച്ച, നില്ല് പൂച്ച. ടേം ടേം പൂച്ച. മീനുണ്ടോ പൂച്ച? വാ. പൂച്ച പറ്റണില്ല ഗൈസ്. വീട് പറ്റണില്ല. ഭയങ്കര പാട് ഗൈസ്. ഈ വീട്ടിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല. ഇതിൻ്റെ അകത്തുനിന്നാണ് നമുക്ക് എമറാൾഡ് കിട്ടിയെന്ന് തോന്നുന്നു. ടോർച്ചിന് എവിടെ നിന്ന് എടുക്കുമോ എന്തോ. ഇതിൻ്റെ ലാമേര മണ്ടേ കയറിയിരിക്കാനും പറ്റൂല. ഇതടിച്ചാൽ തുപ്പും തിരിച്ചു. വേണ്ട. നമുക്ക് ഇതിൻ്റെ അകത്തൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിൽ പോയിട്ട് പറ്റണില്ല ഗൈസ്. നമ്മളെ ബേസ് ഉണ്ടാക്കാൻ കാര്യം നടക്കുമെന്ന് തോന്നണില്ല. ടോർച്ചില്ലാതെ നമുക്കൊന്നും പറ്റൂല. ടോർച്ചില്ലാതെ ഒന്നും നടക്കൂല ഗൈസ്. നമുക്ക് ടോർച്ച് വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ ഗൈസ്.